ഇന്ന് ഇറാന്റെ സമ്പൂർണ്ണ നാശമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടുത്ത ആക്രമണം നടത്തുമെന്നും ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ്. പൂർണ്ണ നാശവും ചില മരണങ്ങളും ഉറപ്പുവരുത്തും. ഇതുവരെ ലക്ഷ്യമിടാത്ത കേന്ദ്രങ്ങളെയും വ്യക്തികളെയും ആക്രമിക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളോടുള്ള ഇറാന്റെ മാപ്പുപറച്ചിൽ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ തനിക്ക് നന്ദി പറഞ്ഞുവെന്നും ട്രംപ്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇന്ന് ഇറാന്റെ സമ്പൂർണ്ണ നാശം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കടുത്ത ആക്രമണം തന്നെയാണോ ലക്ഷ്യമിടുന്നത്? അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഏത് രീതിയിലായിരിക്കും? കാരണം പൂർണ്ണ നാശവും ചില മരണങ്ങളും ഉറപ്പുവരുത്തും എന്നുകൂടി ട്രംപ് പറയുന്നുണ്ടല്ലോ. രോഹിണി, ഇറാന്റെ സമഗ്രമായിട്ടുള്ള നിലവിലത്തെ ഇസ്ലാമിക ഭരണ സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇറാനിൽ വലിയ നാശം അവരുടെ സൈനിക സംവിധാനങ്ങൾക്കും ലോജിസ്റ്റിക്കൽ കേന്ദ്രങ്ങൾക്കും ആയുധ ഡിപ്പോട്ടുകൾക്കുമൊക്കെ വരുത്തി തീർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അമേരിക്ക ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ആദ്യം അമേരിക്കയിലെ ചില ഉദ്യോഗസ്ഥർ, ചില സർക്കാരിലെ തന്നെ ഉന്നതരായിട്ടുള്ള ആളുകൾ ആദ്യം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ള സൂചനകൾ നൽകിയത്. പിന്നാലെ ഇപ്പോൾ വൈകുന്നേരം ഈ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് തന്നെയാണ് ഇറാനിൽ സർവനാശം വരുത്തുന്ന രീതിയിലുള്ള വലിയൊരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്ന കാര്യം അറിയിച്ചത്. ഈ ആക്രമണത്തിൽ ചില മരണങ്ങൾ ഉണ്ടാകും, ചില ഇതുവരെ ലക്ഷ്യമിടാത്ത ചില കേന്ദ്രങ്ങളെയും ചില വ്യക്തികളെയും ഒക്കെ ലക്ഷ്യമിടും എന്നുള്ളതും ട്രംപ് പറഞ്ഞിരിക്കുന്നു. വലിയ ആക്രമണമായിരിക്കും, ഇറാന്റെ നാശത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും ആക്രമണം എന്നൊക്കെയാണ് ട്രംപ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ GCC രാജ്യങ്ങളിലെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ മാപ്പ് ചോദിച്ചത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ആക്രമണങ്ങൾ കൊണ്ടാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ടാണ് എന്നുള്ളതും ട്രംപ് പറയുന്നു. ഒപ്പം GCC രാജ്യങ്ങളിലെ ഭരണാധികാരികളൊക്കെ തന്നെ വിളിച്ച് നന്ദി പറഞ്ഞു എന്നും ട്രംപ് ട്രൂ സോഷ്യലിലെ ഈ പോസ്റ്റിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആക്രമണത്തിന് തന്നെയാണ് അമേരിക്ക കോപ്പ് കൂട്ടുന്നത് എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അമേരിക്കയുടെ കപ്പലുകളുടെ എണ്ണം, ആ മേഖലയിലേക്കുള്ള കപ്പലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മെഡിറ്ററേനിയനിൽ ഉണ്ടായിരുന്ന USS ജെറാൾഡ് ആർ ഫോൾഡും ഒപ്പമുണ്ടായിരുന്ന ഡിസ്ട്രോയർ ഷിപ്പുകളും മറ്റ് സബ്മറൈൻസും ഒക്കെ സൂയസ് കനാൽ വഴി ചെങ്കടലിലേക്ക് പ്രവേശിച്ചു എന്നുള്ള വാർത്ത രാവിലെ വന്നിരുന്നു. അതിന് പിന്നാലെ അമേരിക്കയുടെ തന്നെ മൂന്നാമതൊരു വിമാനവാഹിനി കപ്പലും അതിനൊപ്പമുള്ള ഡിസ്ട്രോയറുകളുമൊക്കെ ഈ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ 3 വിമാനവാഹിനി കപ്പലുകളും അവയുടെ ഒപ്പമുള്ള അവയെ അനുഗമിക്കുന്ന മറ്റ് ഡിസ്ട്രോയറുകളടക്കമുള്ള മറ്റ് യുദ്ധോപകരണങ്ങളും കപ്പലുകളും കൂടുതൽ വിമാനങ്ങളും ഒക്കെ ആ മേഖലയിലേക്ക് വരികയാണ്. അതിനൊപ്പം അമേരിക്കയുടെ പ്രഖ്യാപനവും വന്നിരിക്കുന്നു, ഇറാനിൽ സർവനാശം വരുത്തുമെന്നൊരു ആക്രമണം നടത്തുമെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഈ സൈനിക സംവിധാനം അവിടെ ഒരുക്കുന്നത് ഇന്ന് ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ട്രംപ് പറയുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ആക്രമണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം GCC രാജ്യങ്ങളിലോടുള്ള മാപ്പ് പറച്ചിൽ വലിയ പ്രത്യേകതയായി തന്നെ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സവിശേഷ സാഹചര്യമായി തന്നെ വിലയിരുത്തപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ GCC രാജ്യങ്ങളിലെ പല മേഖലകളിലേക്കും ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അമേരിക്കൻ സായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്ന പേരിൽ എയർപോർട്ടുകളിലും ജനവാസ മേഖലകളിലുമൊക്കെ ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വെടിവെച്ചിരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ട് വലിയ മധ്യസ്ഥ ചർച്ചകളുടെ സൂചനകളൊന്നും നൽകാതെ പെട്ടെന്ന് ഇറാനിയൻ പ്രസിഡന്റ് വന്ന് ഈ രീതിയിൽ മാപ്പപേക്ഷിക്കുകയും ഇനി തങ്ങളെ ആ മേഖലകളിൽ നിന്ന് തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഉണ്ടായാൽ മാത്രമേ തിരിച്ചടിക്കൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും നടത്തിയിരുന്നു. പക്ഷേ ഈ അമേരിക്കൻ ആക്രമണം മുന്നിൽ കണ്ടുള്ള നീക്കമായിരുന്നു അതെന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു മാപ്പ് പറച്ചിലൂടെ താൽക്കാലികമായിട്ടെങ്കിലും ഈ GCC രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് ഇറാന് പിന്മാറാനും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഈ സൈനിക ശക്തിയെ, നാവിക ശക്തിയെ നേരിടാനുള്ള പ്രതിരോധങ്ങൾ ഒരുക്കാനുള്ള നീക്കവുമായിരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം, ഈ നാവികസേനയുടെ സജ്ജീകരണം ഇത്ര വലിയ രീതിയിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കമായും ഇതിനെ വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ ഹോർമൂസിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് ആ കപ്പലുകൾക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സംരക്ഷണം നൽകും, അവയ്ക്ക് എസ്കോർട്ട് നൽകും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഹോർമൂസ് പിടിച്ചടക്കുക എന്നുള്ള വലിയ ലക്ഷ്യം അമേരിക്കയ്ക്ക് മുന്നിലുണ്ട് എന്നുള്ളത് പതുക്കെ തെളിഞ്ഞു വരികയാണ്. ഇന്ന് ഒരുപക്ഷെ ഇറാനിൽ ഈ രീതിയിലുള്ള വലിയ ആക്രമണങ്ങൾ നടത്തുകയും ഇറാൻ്റെ പ്രതിരോധ മാർഗങ്ങളെ പൂർണ്ണമായും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിലേക്ക് തങ്ങളുടെ സൈനിക വിന്യാസം, തങ്ങളുടെ നാവിക വിന്യാസം പൂർണ്ണമായും എത്തിക്കാനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നേരത്തെ പല അമേരിക്കൻ കപ്പലുകളും ആക്രമിക്കപ്പെട്ട ചെങ്കടലിലൂടെ, അതായത് ഈ ഹൂതി വിമതരുടെയൊക്കെ ആക്രമണം നേരിട്ട ചെങ്കടലിലൂടെ തങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോൾഡിനെ കൊണ്ടുവരാൻ പോലും അമേരിക്ക റിസ്ക് എടുത്തത് എന്നുകൂടി കാണേണ്ടിയിരിക്കുന്നു.